ഹലോ പിള്ളേരെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണേ ഉള്ളത്. ഞങ്ങളിപ്പോൾ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്നാണോ നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ ഭരണിക്ക അമ്പലത്തിലാണ് പോകുന്നത്. ഇന്ന് ഇവിടുത്തെ 10ാമത്തെ ഉത്സവമാണ് കേട്ടോ. ഞാനും അമ്മയും മോനും മോളും കൂടാണ് പോകുന്നത്. അമ്പലത്തിലെല്ലാം തൊഴുത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ കഞ്ഞിസദ്യ ഉള്ളത് അറിഞ്ഞത്. ഞങ്ങൾ പിന്നെ കഞ്ഞിയും കുടിച്ചു. നല്ല ഉഗ്രം കഞ്ഞിസദ്യ ആയിരുന്നു കേട്ടോ. കഞ്ഞിസദ്യയൊക്കെ കുടിച്ച് വയറും നിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരമാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരയിൽ കയറി കുറച്ച് സാധനങ്ങളും വാങ്ങി. എന്നിട്ട് വീണ്ടും വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. നല്ല ഒന്നാന്തരം വെയിലാണ് കേട്ടോ. കൊടയും ഇല്ലായിരുന്നു. പിന്നെ വെയിലും കൊണ്ടങ്ങ് നടന്ന് വീട്ടിലെത്തി. വന്ന് കയറി ഉടനെ ഫാൻ ഓണാക്കി അതിന് കിഴി ഞാൻ കിടപ്പായി. അപ്പോഴത്തേക്കും പിള്ളേര് സ്വിമ്മിംഗ് പൂളിൽ കാറ്റടിച്ചതാ അതിനകത്ത് കയറി കിടപ്പായി കേട്ടോ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതാ നമ്മൾ ഉത്സവത്തിന് പോവാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ ഉത്സവം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം ഒന്നും ഞങ്ങൾ പാഴാക്കാറില്ല. ഉത്സവത്തിന്റെ ഈ കൊട്ടി കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് തുള്ളാൻ തോന്നും കേട്ടോ. പിന്നെ നമ്മളങ്ങ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. പിള്ളേര് ഇതിന്റെ ഇടയിൽ കൂടെ എന്നെ ഞോണ്ടിയും മാന്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ കളിപ്പാട്ടമൊക്കെ കൊണ്ടുപോകുമ്പോ ഞാനതൊന്നും കാണാത്ത മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ അമ്മമാർക്ക് മനസ്സൊന്ന് ചാഞ്ചല്യ പെടുമല്ലോ. അങ്ങനെ എന്നെ കൊണ്ട് 2 ഹൈഡ്രജൻ ബലൂണും കുറെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വെറൈറ്റി ആയിട്ട് ഒരെണ്ണമായിരുന്നു കേട്ടോ ഈ ഫ്ലോട്ട്. നല്ല തിരക്കുണ്ടായത് കാരണം നമ്മൾ അമ്പലത്തിന്റെ ആ സൈഡിലോട്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് റോഡ് സൈഡിൽ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം കിട്ടത്തില്ല. അവിടെ വേറെ ആരെങ്കിലും കയറി നിൽക്കും. അത് കാരണം അവിടെ നനങ്ങാതെ നിൽക്കുകയാണ് ഞങ്ങൾ. ഞാനും മക്കളും കൂടാണ് കേട്ടോ ഉത്സവം കാണാൻ വന്നത്. അപ്പോൾ അറിയാവുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളെ പിടിച്ച് ആ സ്ഥലത്ത് നിർത്തിയത് കാരണം ഞങ്ങൾ അവിടെ നിന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എങ്ങും സ്ഥലം കിട്ടത്തില്ല. ഈ രണ്ടുപേർക്കും ഏകദേശം ഒരേ ഏജ് ആയത് കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ മറ്റേ ആൾ വടക്കോട്ട് പോകും. അങ്ങനെയാണ് ഈ പിള്ളേരുടെ അവസ്ഥ. രണ്ടുപേരെയും 2 സൈഡിൽ നിർത്തി 2 കൈകളും എന്റെ കൈകളിലാക്കിയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഈ തിരക്കിന്റെ ഇടയിൽ അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. അങ്ങനെ കെട്ടുകാഴ്ചകളൊക്കെ തീർന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ കമ്പം ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കമ്പം ഒക്കെ കണ്ടു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.